أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരുമായ ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി ആദ്യമായിട്ട് പറയുന്നു. കാരണം മനുഷ്യർക്ക് മറതിയുള്ളതാണ്. അവസാനം വരുമ്പോൾ മറന്നു പോകുമെന്നുള്ള വെച്ചുകൊണ്ടാണ് ഇതാദ്യമായിട്ട് ഇത് സംസാരിക്കുന്നത്. മറ്റൊന്നും വിചാരിക്കരുത് ഈ കാര്യത്തിൽ. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേകമായ ഒരു ദിക്റാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദിക്ർ എന്ന് പറയുന്നത് നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഗുണങ്ങൾക്ക് പരിധിയില്ലാത്ത ഗുണങ്ങൾ, അങ്ങനെയുള്ള ഗുണസൗഭാഗ്യങ്ങൾ നമ്മളിൽ വന്നെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും, അള്ളാഹുവേ ഇതെന്താണ്, ഇത് എവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്, ഈ ഇത്രയും അനുഗ്രഹത്തിൻ്റെ ഈ സംഭാവന അള്ളാഹ് എനിക്ക് ആര് തന്നു എന്ന് നമ്മൾ അറിയാതെ കണ്ട് ചിന്തിക്കുന്ന ഒരവസ്ഥ വരും. കാര്യം അത്തരത്തിലുള്ള ഒരു ദിക്റാണ് ഇവിടെ ഇപ്പോൾ ചെല്ലാൻ പോകുന്നത്. അങ്ങനെ ദിക്റുകൾ പലതുമുണ്ട്, കോടിക്കണക്കിന് ദിക്റുകളുണ്ട്. പരിശുദ്ധമായ ഖുർആനിലുള്ളതാണ് ദിക്ർ എന്ന് പറയുന്നത്. ആ ദിക്റുകൾക്ക് പരിധിയില്ല, അർത്ഥത്തിന് പരിധിയുമില്ല. അർത്ഥങ്ങൾ പറയുമ്പോൾ മറ്റു രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഇതിനകത്ത് വരാൻ പാടില്ല. അർത്ഥം തന്നെ ആയിരിക്കണം. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള പുകഴ്ത്തൽ തന്നെ ആയിരിക്കണം. നമ്മുടെ ആരാധന മൊത്തം അള്ളാഹുവിനാകുന്നു എന്നുള്ള ഒരു ചിന്തയിൽ കൂടി മാത്രമാണ് ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാത്ത ഒരു കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊക്കെ വലിയ ഭയപ്പാടാണ്. ഞാനിത് പറയുമ്പോൾ 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞിട്ടാണ് പടച്ച തമ്പുരാനെ നിങ്ങളോട് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതിൽ നിന്നും ഒരു തെറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ രാജാതിരാജനായ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞ് ഇത് വളരെ ശ്രദ്ധാപൂർവം പടച്ച തമ്പുരാനെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്, നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പറയുന്നവനാണ് കുറ്റം കൂടുതൽ. തെറ്റ് പറഞ്ഞു പോയ കുറ്റം എനിക്കാണ്. ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതങ്ങോട്ട് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതിന്, അള്ളാഹുവേ പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ, പല രീതിയിലുമുള്ള ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഹറാമല്ലാത്ത കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾക്കെല്ലാം നല്ല പരിഹാരമാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. ഒരു ബുദ്ധിമുട്ടായ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ, ഒരു വൈഷമ്യമായൊരു പ്രശ്നമുണ്ടായാൽ, അഥവാ ഒരാപത്തുണ്ടായാൽ ആപത്തിനെല്ലാം പരിഹാരമാർഗം നിങ്ങൾ അറിയാതെ കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആൾ വരും നിങ്ങളെ സഹായിക്കാൻ. ഇത് പലർക്കും അനുഭവമുള്ളതാണ്. ഇങ്ങനെ ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളവരുണ്ട്, അവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ എന്താണ് വരുന്നത്? നിങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരു ഗുണം പോലും നിങ്ങൾ ആ പാർട്ടിക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളതായ ഒരു സന്ദർഭത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആൾ വരും. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പൂർണ്ണമായൊരു സംതൃപ്തി നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭവങ്ങളുള്ള ആൾക്കാരുടെ ചരിത്രങ്ങൾ ഞാനിവിടെ കേട്ടിട്ടുണ്ട്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭാഗങ്ങൾ. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ ആവർത്തിച്ച് ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, മേന്മകൾ, ഗുണങ്ങൾ, ബർക്കത്തുകൾ, ഐശ്വര്യങ്ങൾ, എല്ലാവിധ ഗുണങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കടമായാലും ശരി, വീടോപ്പായാലും ശരി, പെണ്ണക്കെട്ടിപ്പായാലും ശരി, ബിസിനസ് ആയാലും ശരി, സാമ്പത്തികമായി താഴേയറ്റം കിടക്കുന്ന ഒരു അവസ്ഥയിലായാലും ശരി, ഏതവസ്ഥയിലായിക്കോട്ടെ ഇതിനെല്ലാത്തിനും പരിഹാരമാർഗം ഉള്ളതാണ്. അഥവാ ഒരു അല്പത്താമസം വന്നെന്ന് വരും, തീർച്ചയായിട്ടും നമ്മളൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അതിന് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. അതിലൊരു തർക്കവുമില്ല. ഖുർആൻ കൊണ്ടുള്ള കളിയാണ് നമ്മൾ ഈ കളിക്കുന്നത്. അത് മോശമൊന്നുമല്ല. അതുകൊണ്ട് ഈ ചെല്ലുന്ന കാര്യത്തിൽ, ഇത് പറയുന്ന കാര്യത്തിൽ ഒരു രീതിയിലും മടി വേണ്ട. ഇതങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കണം. കുറഞ്ഞത് നിങ്ങളൊരു 101 പ്രാവശ്യമെങ്കിലും ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. ഈ ദിക്ർ ചെല്ലാൻ ഒരു പാടുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ദിക്റിൻ്റെ സാരമെന്ന് പറയുന്നത് എല്ലാവിധ ഗുണങ്ങളുമുള്ള ഒരു ദിക്റാണ് ഈ പറയാൻ പോകുന്നത്. ആ ദിക്റിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള അധികാരം അള്ളാഹുവിനാകുന്നു.
സർവ്വ രീതിയിലുള്ള അധികാരങ്ങൾ, ഈ അധികാര പരിധിയിൽപ്പെടുന്ന കോപം, ദേഷ്യം, വൈഷമ്യം ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, നമുക്ക് പറയേണ്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും രക്ഷപ്പെടണം. നമ്മൾ കൂടുതൽ കോപിക്കാൻ പാടില്ല. കൂടുതൽ കോപം കൊണ്ട് നമുക്ക് ദോഷമല്ലാതെ ഗുണമുണ്ടാകത്തില്ല. ദേഷ്യം കൊണ്ട് വല്ല ഗുണങ്ങളുണ്ടാവും. ദേഷ്യപ്പെടാൻ നമ്മൾ പാടില്ല, കോപിക്കാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല, അഹംഭാവം കാണിക്കാൻ ഇതൊന്നും നമ്മൾ പാടില്ല. ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണ്, നമുക്കൊന്നും ഉള്ളതല്ല. അള്ളാഹു കോപിക്കും, അള്ളാഹു ദേഷ്യപ്പെടും. എന്നാൽ അള്ളാഹു ഗഫൂർ റഹീമാണ്, അള്ളാഹു ഏറ്റവും കൂടുതൽ പൊറുതിരുന്നതിനുമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക്, മോശമായ കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോകണ്ട. അപ്പോൾ നമ്മൾ ഈ ദിക്റ് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ വലിയ ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് തരുന്നതിൻ്റെ പേരിൽ ഈ ദിക്റ് നിങ്ങൾ ആവർത്തിച്ച് ചെല്ലുക. ഇത് നല്ലതാണ്. കുറഞ്ഞത് ആദ്യം ചെല്ലുമ്പോൾ ഒരു 101 പ്രാവശ്യമെങ്കിലും ചെല്ലണം. പിന്നീട് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് കുറച്ച് നിങ്ങൾ ചെല്ലിയാൽ മതി. ഞാൻ ഈ ദിക്റിലൂടെ ചെല്ലാൻ പോകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ മുതകബ്ബിർ യാ അല്ലാഹ്. ഈ ദിക്ർ നിങ്ങൾ ആവർത്തിച്ച് ചെല്ലണം. ഇത് ചെല്ലുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെല്ലാം, ഏത് സമയത്തും നിങ്ങൾക്ക് ചെല്ലാം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ സർവമാന ആപത്തുകളിൽ നിന്നും, സർവമാന ബുദ്ധിമുട്ടുകളിൽ നിന്നും, സർവമാന ദാരിദ്ര്യത്തിൽ നിന്നും, സർവമാന പ്രയാസങ്ങളിൽ നിന്നും, സർവമാന ശത്രുക്കളിൽ നിന്നും എല്ലാം നമ്മളെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ദിക്റ് കൊണ്ട് ഗുണമല്ലാതൊരു ദോഷങ്ങളും നമുക്കില്ല. നമ്മളിത് ചെല്ലാൻ മടിക്കരുത്. ചെല്ലണമെന്ന് വളരെ കൂടുതൽ താല്പര്യമായിട്ട് പറയുന്നു. തൽക്കാലം ഇത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.